Hello, all, welcome back to my YouTube channel. It's been a very long time that I had posted videos related to microbiology. The reason is that it is due to the tight schedules and all those things. Suppose now currently your exams has been approached in April 16th, I think so, right? So now I just plan to give you the most important questions that will be very useful instead of taking the whole chapter. So today we're going to talk about immunoprophylaxis and immunization schedule, which is an important 5 mark and 10 mark questions. Obviously in immunity chapter they can be ask you this question because it is very helpful and useful until your fourth year, not only fourth year, until lifelong, because immunization schedule is one of the very important which we can be very useful in community health nursing and child health nursing or after fourth year and wherever you go. So let's look the introduction. So immunoprophylaxis against microbial pathogens can be classified into active immunoprophylaxis or vaccination and passive immunoprophylaxis or immunoadministration. So, okay, sorry guys. So നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് മെയിനായിട്ടും പ്രൊഫലാക്സിസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഏജന്റ് ആണ്. അസുഖം വരാതെ തടയാൻ വേണ്ടി നമുക്ക് നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രതിരോധ മരുന്ന് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഒറ്റ വാക്കിൽ. അപ്പൊ ഇമ്മ്യൂണോപ്രൊഫിലാക്സിസ് അതായത് ഒരു മൈക്രോബിയൽ പാത്തജൻസ് എന്തും ആയിക്കോട്ടെ, ഡിസീസ് കോസ് ചെയ്യുന്ന എന്തൊരു ഓർഗാനിസത്തിന് നമ്മൾ പാത്തജൻ എന്ന് പറയും അല്ലേ. അതിനെതിരായിട്ട് നമ്മൾ നൽകുന്ന ആ ഒരു പ്രതിരോധ മരുന്നിനെയാണ് പ്രൊഫലാക്സിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ രണ്ട് രീതിയിലാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ആക്റ്റീവ് ഇമ്മ്യൂണോപ്രൊഫലാക്സിസ് അല്ലെങ്കിൽ വാക്സിനേഷൻ. പിന്നെ രണ്ടാമത് പാസീവ് ഇമ്മ്യൂണോപ്രൊഫലാക്സിസ് ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്ട്രേഷൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണെന്നറിയാലോ, ഒന്നുകിൽ നമ്മൾ വാക്സിനേഷനായി കൊടുക്കും അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആക്റ്റീവ് ഇമ്മ്യൂണോപ്രൊഫലാക്സിസ് ആൻഡ് പാസീവ് ഇമ്മ്യൂണോപ്രൊഫലാക്സിസ് ലാസ്റ്റിൽ ഒരു ജസ്റ്റ് ഒരു ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നു ആൻഡ് വിച്ച് ഇസ് വെരി ഈസി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇമ്മ്യൂണോപ്രൊഫലാക്സിസ് ഓർ വാട്ട് വി ക്യാൻ സേ വിച്ച് ഹാസ് വാക്സിൻസ്, ഓക്കെ, ഒരു വാക്സിനേഷൻ. അപ്പം ഇതിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ പാസീവ് വരെ കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. കുറച്ച് ലെങ്തി ആണ് കാരണം ഈ ഒരു എൻ്റെ ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തേക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. സോ അത് നമുക്ക് പഠിക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാക്സിനേഷൻ ഓർ ആക്റ്റീവ് ഇമ്മ്യൂണോപ്രൊഫിലാക്സിസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? വാക്സിൻ is an immunobiological preparation that provides specific protection against a given disease. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വാക്സിനേഷനെ പറ്റി. ഇപ്പം നമ്മൾ കോവിഡ് വാക്സിൻ നമ്മൾ കൊറോണ വൈറസിനെതിരെയായിട്ട് ഒരു ഡിസീസ് തന്നിട്ടുണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ അതിൻ്റെ ആൻറ്റിജനോ അല്ലെങ്കിൽ ആൻറ്റിബോഡിയോ എടുക്കും. ഓക്കെ, ഫോളോയിങ് വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ദി ഇമ്മ്യൂണോജൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് വാക്സിൻ. അതായത് ഇമ്മ്യൂണോജൻ എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് വാക്സിൻ സ്റ്റിമുലേറ്റ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇൻ ദ ഫോം ഓഫ് പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി ഓർ ഇമ്മ്യൂണോ കോമ്പീറ്റൻറ്റ് T സെൽ റെസ്പോൺസ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബോഡിയിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബോഡിയിൽ വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് അതിനെതിരെയായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ഒരു കുഞ്ഞ് ആൻറ്റിജൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാമെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബോഡി അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് സബ്സീക്വൻറ്റ്, അതായത് ഇനി ആ ഒരു സെയിം വൈറസ് നമ്മുടെ ബോഡിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ആൻറ്റിബോഡി ഭയങ്കരമായിട്ട് എന്താണ് ഒരു റെസ്പോൺസ് നൽകിയിട്ട് അതിനെ നശിപ്പിച്ചു കളയും. ഇതാണ് മെയിനായിട്ട് അവിടെ വരുന്നത്.
വാക്സിൻസ് മേ ബി ഓഫ് വേരിയസ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദിയർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ വാക്സിൻസ് പല രീതിയുണ്ട്, അവരുടെ പ്രിപ്പറേഷൻ അനുസരിച്ചാണ് നമ്മൾ വാക്സിൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് ഓർഗാനിസം. പിന്നെ ലൈവ് വാക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ടോക്സോയിഡ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കുറച്ച് മെത്തഡോളജീസ് വാക്സിൻസിൻ്റെ ഒരു കറൻ്റ്ലി ഒരു ടെക്നോളജി വൈസ് ഇമ്പ്രൂവ് ആയിട്ടുള്ള അതും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വാക്സിൻസ് എന്താണെന്ന് നമുക്കറിയാം, ഒരു ഇമ്മ്യൂണോ ബയോളജിക്കൽ പ്രിപ്പറേഷൻ ദാറ്റ് പ്രൊവൈഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് എ ഗിവൺ ഡിസീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാക്സിൻ ഏതാണ്? ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ. പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ പ്രിക്വേഷൻസ് വരുന്നുണ്ട്. ആൻഡ് പിന്നെ ഉള്ളതാണ് ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻസ്. അപ്പോൾ നമ്മൾ ദേ ക്യാൻ ബി ആസ്ക് യു ദ ക്വസ്റ്റ്യൻസ്, നെയിം ദ ടൈപ്പ് ഓഫ് വാക്സിൻ. ഇപ്പോഴേ തന്നെ നമുക്ക് ആ ഒരു നെയിംസ് പഠിച്ചു വെക്കാം. ഫസ്റ്റ് ഏതാണ്? ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ. വാട്ട് ഇസ് ദറ്റ്? ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ. പിന്നെ ഇനാക്ടിവേറ്റഡ് ഓർ കിൽ വാക്സിൻ. അപ്പോൾ ഫസ്റ്റ് ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ, ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ, ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻ, then toxoid vaccine. അപ്പോൾ ഫസ്റ്റ് ലൈവ് അറ്റൂനേറ്റഡ്, സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ്, തേർഡ് വൺ toxoid, and the fourth one extracted or cellular fraction vaccines. What is that extracted or cellular fraction vaccine? അടുത്തതാണ് സബ് യൂണിറ്റ് വാക്സിൻ, പിന്നെ കോമ്പിനേഷൻ വാക്സിൻ. ഓക്കെ, ദെൻ ന്യൂവർ വാക്സിൻ അപ്രോച്ചസ്. അപ്പോൾ DNA or RNA വാക്സിൻ, വൈറൽ വെക്ടർ വാക്സിൻസ് ആൻഡ് കോൾഡ് ചെയിൻ. കറൻ്റ്ലി ഉള്ളതാണ് കോൾഡ് ചെയിൻ. പിന്നെ അത്രയാണ് വാക്സിൻസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈവ് അറ്റൂനേറ്റഡ് ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ലാസ്റ്റിലാണ് നമ്മളിത് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് അത് എന്താണെന്നറിയാലോ? ആൻഡ് ഫസ്റ്റ് വൺ, ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ. ലൈവ് വാക്സിൻ സച്ച് ആസ് BCG. ഓക്കെ, ആ ഒരു BCGനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. BCG, വാട്ട് ഇസ് ദാറ്റ്? വിച്ച് ഇസ് എ മീസൽസ് വാക്സിൻ. നോക്കിക്കഴിയുമ്പോൾ BCG എന്ന് പറയുന്നത് മീസൽസിനെതിരെ ആയിട്ടുള്ള ഒരു വാക്സിനാണ്. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, BCG എന്ന് പറയുന്നത് നമ്മൾ ബേബീസ്, ഇൻഫൻസിന് കൊടുക്കുന്ന ഒരു വാക്സിനാണ്. അതായത് അവർ ജനിച്ചു കഴിഞ്ഞിട്ട് ഇത്ര ടൈമിനുള്ളിൽ അല്ലേ BCG. നമുക്കറിയാം BCG വാക്സിൻ്റെ ആ ഒരു അടയാളം നമ്മുടെ കയ്യിൽ ആ ഒരു അവിടെ ഇപ്പോഴും ഉണ്ടാവും അല്ലേ? ചിലർക്ക് ഉണ്ടാവത്തില്ല, അത് യൂഷ്വലി അത് മേ ബി സം റീസൺസ്, ബട്ട് സ്റ്റിൽ BCG വാക്സിൻസ് ആണ് ലൈവ് വാക്സിൻസിൻ്റെ ഒരു എക്സാമ്പിൾ. ആർ പ്രിപ്പയർഡ് ഫ്രം ലൈവ് യൂഷ്വലി അറ്റൂനേറ്റഡ് ഓർഗാനിസം. അതായത് ജീവനോടെയുള്ള ഒരു ഓർഗാനിസത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയേക്കണെയാണ്. ടു ലീവ് the live attenuated organism lose their ability to induce full blown disease but retain their immunogenicity. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് അറ്റൂനേറ്റഡ് ഓർഗാനിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസീസ് ഉണ്ടാവില്ല, പക്ഷേ എന്താ പറയുന്നത്, ആ ഒരു ഇമ്മ്യൂണോജെനിസിറ്റി, ആ ഒരു പ്രൊഡക്ഷൻ അവർ അത് എന്താ പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസീസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷേ അവരുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി, ആ ഒരു ഇമ്മ്യൂണോജെനിസിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധത്തിൻ്റെ ആ ഒരു ഇത് അവർ മാക്സിമം റീറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അറ്റൂനേഷൻ ഇസ് അച്ചീവ്ഡ് ബൈ പാസിംഗ് ദ ലൈവ് ഓർഗാനിസം സീരിയലി ത്രൂ എ ഫോറിൻ ഹോസ്റ്റ് സച്ച് ആസ് ചിക്ക് എംബ്രിയോ ഓർ ടിഷ്യൂ കൾച്ചർ ഓർ ലൈവ് ആനിമൽസ്. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റൂനേഷൻ എങ്ങനെയാണ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈവ് ഓർഗാനിസം, ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ലൈവ് ഓർഗാനിസത്തിനെ നമ്മളൊരു ഒരു വേറൊരു ആനിമൽ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണല്ലോ, ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആനിമൽ, എന്തെങ്കിലും ഒരു എംബ്രിയോ, ചിക്ക് പീസ് ഒക്കെ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ലൈവ് വാക്സിൻസ് ഇൻ ജനറൽ ആർ മോർ പൊട്ടൻറ്റ് ഇമ്മ്യൂണൈസിങ് ഏജന്റ് കമ്പയർഡ് ടു കിൽ വാക്സിൻ. അപ്പോൾ കമ്പയർഡ് ടു കിൽ വാക്സിൻ, ലൈവ് വാക്സിൻ ആണ് കുറച്ചുകൂടെ പൊട്ടൻറ്റ്. ഓക്കെ, they are capable of inducing mucosal immunity by stimulating secretory IgA antibody production at local mucosal site. അപ്പോൾ ഇവിടെ നമ്മൾ കിൽഡ് വാക്സിനേക്കാളും കുറച്ചുകൂടെ പൊട്ടൻ്റ് ആണ്, അതായത് കുറച്ചുകൂടെ എഫക്റ്റ് കൂടുതലാണ് ഈ ഒരു ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും കുറച്ച് ആ ഒരു ലൈവ് ഓർഗാനിസത്തിനെ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ഫോറിൻ ഹോസ്റ്റ്, ഏതെങ്കിലും ഒരു എന്താ പറയുക ആനിമൽസിനെ നമ്മളിപ്പോൾ ഒരു
റാറ്റ് എടുക്കുക, വൈറ്റ് റാറ്റിന് കൊടുക്കുക എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി അവർ എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? സെക്രീറ്ററി ഐ ജി നമുക്കറിയാം സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബുലാണ്. അപ്പോൾ അതെന്താണ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്താണ് എവിടെയെങ്കിലും നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു BCG വാക്സിൻ തന്നെ എടുക്കുക. ആ ഒരു BCG വാക്സിൻ, ആ ഒരു ലൈവ് വാക്സിൻ, ആ ഒരു ലൈവ് ഓർഗാനിസത്തിനെ നമ്മൾ ഒരു റാറ്റിൽ ഇൻഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവർക്ക് എന്താണ് സെക്രീറ്ററി സെൽസ് വഴി അവർക്ക് മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അത്രയാണ് ഇവിടെ ഉള്ളൂ. ഇനി പ്രിക്കോഷൻസ് വൈൽ യൂസിങ് ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ. അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഡീപ്പായിട്ട് എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ പ്രിക്കോഷൻസ് ആണ്. കോൺട്രാ ഇൻഡിക്കേഷൻ, ലൈവ് വാക്സിൻ ഷുഡ് നോട്ട് ബി അഡ്മിനിസ്റ്റേർഡ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് immunodeficiency diseases or any condition that suppresses the immunity such as leukemia, lymphoma, malignancy or corticosteroid or any other immunosuppressive during therapy. അപ്പോൾ ഈ ഒരു വാക്സിൻസ് ആർക്കൊക്കെയാണ് കൊടുക്കാത്തത്? അതായത് ഈ ഒരു ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് യൂഷ്വലി ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലുക്കീമിയാസ്, ലിംഫോമ, മലിഗ്നൻസി ഇതൊക്കെയുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പ്രഗ്നൻസിക്ക് നമ്മൾ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ എന്താണ് കൊടുക്കാൻ പാടില്ല. പ്രഗ്നൻസി ഈസ് അനദർ കോൺട്രാ ഇൻഡിക്കേഷൻ unless the risk of infection exceeds the risk of harm to the fetus by giving the live vaccine. ഒരിക്കലും നമ്മൾ ഒരു ലൈവ് വാക്സിൻസ് പ്രഗ്നൻസി ടൈമിൽ കൊടുക്കാൻ പാടില്ല, കാരണം അത് ഫീറ്റസിന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, when 2 live vaccines are required to be given, they should be administered with an interval of at least 4 weeks. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 ലൈവ് വാക്സിൻസ് കൊടുക്കണം എന്ന് വെക്കുക. അപ്പം നമ്മൾ എന്താണ് ഏകദേശം 4 ആഴ്ചയുടെ ഇന്റർവെൽ അനുസരിച്ച് വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി അതിന്റെ ഡോസേജ്. മോസ്റ്റ് ലൈവ് വാക്സിൻസ് ആർ ഗിവൺ ഇൻ സിംഗിൾ ഡോസ് ഫോർമാറ്റ് as effective immunity is achieved with a single dose. Exception is oral polio vaccine, which is given as multiple doses at spaced intervals to achieve effective immunity. അപ്പോൾ മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത് സിംഗിൾ ഡോസിൽ തന്നെ എഫക്റ്റീവ് ആണ്. പക്ഷേ OPV, നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് സെവറൽ ടൈംസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ 2 അറ്റ്യൂനേറ്റഡ് വാക്സിൻ, ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ഉണ്ടെങ്കിൽ 4 ആഴ്ചത്തെ ഇന്റർവെല്ലിൽ, അതായത് ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ അടുത്ത 4 ആഴ്ചക്കുള്ളിലാണ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ഓറൽ പോളിയോ വാക്സിൻസ് സെവറൽ ടൈംസിൽ നമ്മൾ കൊടുക്കും അല്ലേ. അങ്ങനെ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ റിസ്ക് ഓഫ് ഗെയിനിങ് ദ വിറുലൻസ്, ദ അറ്റുനേഷൻ ഓഫ് ലൈവ് വാക്സിൻ ഹാസ് ടു ബി ഡൺ ഇൻ ആൻ എഫക്റ്റീവ് വേ, അതർവൈസ് ദർ ഇസ് ഓൾവേസ് എ റിസ്ക് ഓഫ് ഗെയിനിങ് ദ വിറുലൻസ് ബാക്ക്. അപ്പോൾ യൂഷ്വലി ഈ ഒരു അറ്റുനേഷൻ ഓഫ് ലൈവ് ഒരു വാക്സിനേഷൻ നമ്മൾ എഫക്റ്റീവ് വേയിൽ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു വിറുലൻസ്, അതിൻ്റെ ഒരു വിറുലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടകരമായിട്ടുള്ളൊരു വേർഷൻ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ സ്റ്റോറേജ് ആണ്. ലൈവ് വാക്സിൻസ് മസ്റ്റ് ബി സ്റ്റോർഡ് കോഷ്യസ്ലി ടു റിറ്റെയിൻ എഫക്റ്റീവ്നെസ്. അതായത് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടാതെ നമ്മൾ അത്ര മാത്രം ഒരു പ്രിക്കോഷൻസ് കൊടുത്തിട്ട് വേണം അത് സ്റ്റോർ ചെയ്യാൻ. എസ്പെഷ്യലി നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻസും അതുപോലെ മീസൽസ് വാക്സിൻസും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ. അപ്പം നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ എന്താണ്. ഓക്കെ, അപ്പോൾ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് BCG. യൂഷ്വലി നമ്മൾ എന്താ ലൈവ് ഓർഗാനിസത്തിലാണ്, അത് ലൈവ് ഓർഗാനിസം നമ്മൾ ഏതെങ്കിലും ഒരു ആനിമൽസിൽ പാസ് ചെയ്യും. ഓക്കെ, അതുവഴിയാണ് നമ്മളൊരു ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ, പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല, ഫീറ്റസിന് അത് പ്രോബ്ലം ആണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ലിംഫോമ, ലുക്കീമിയ അങ്ങനത്തെ പേഷ്യൻസ് ഒന്നും എടുത്തുകൂടാ. അതുപോലെ തന്നെ 2 ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് എടുക്കണമെങ്കിൽ ഒന്ന് എടുത്തതിന് ശേഷം 4 വീക്ക് കഴിഞ്ഞിട്ടാണ് അടുത്തത് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, പക്ഷെ മോസ്റ്റ് ഓഫ് ദ അറ്റ്യൂനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത്, ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത് ഒറ്റ ഡോസ് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് മൾട്ടിപ്പിൾ ഡോസിനേക്കാളും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഏതാ? നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻ. അത് ഇങ്ങനെ സെവറൽ ടൈംസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റിവിറ്റി കൂടും.
ആൻഡ് അതുപോലെ തന്നെ നമ്മളിത് മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ ആ ഒരു വിറുലൻസ്, ആ ഒരു അപകടകരമായ ഒരു കാര്യം പിന്നെയും തിരിച്ചു വരും. ഇനി അതിന്റെ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഭയങ്കരമായിട്ട് നമ്മൾ കോഷ്യസ്ലി അത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, സ്റ്റോർ ചെയ്താലാണ് അത് നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. എസ്പെഷ്യലി ഓറൽ പോളിയോ വാക്സിൻ, മീസൽ വാക്സിൻ. പിന്നെ ഉള്ളതാണ് ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻ. അപ്പോൾ മറ്റത് ലൈവ് ആണെങ്കിൽ ഇവിടെ എന്താ, നമ്മൾ ഒന്നുകിൽ അത് ഇനാക്റ്റീവ് ചെയ്യും. ഇനാക്റ്റീവ് ചെയ്തിട്ട് മേ ബി ബോഡിയിൽ ചെന്നിട്ടായിരിക്കും അത് ആക്റ്റീവ് ആവുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓർഗാനിസം വിച്ച് ആർ ഗ്രോൺ ഇൻ കൾച്ചർ അണ്ടർ കൺട്രോൾ കണ്ടീഷൻ ആൻഡ് ദെൻ കിൽഡ് യൂസിങ് മെത്തേഡ്സ് സച്ച് ആസ് ഹീറ്റ് ഓർ ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഒരു സെറ്റ് ഓഫ് ഓർഗാനിസം നമ്മൾ എടുത്തു, അത് നമ്മൾ കൾച്ചറിൽ ഗ്രോ ചെയ്തു, എന്നിട്ട് നമ്മൾ അതിനെ എന്താ കില്ല് ചെയ്തു. എങ്ങനെ? ഒന്നെങ്കിൽ ഹീറ്റ് വഴി അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് വഴി നമ്മൾ അതിനെ കില്ല് ചെയ്തു. ദേ ആർ ജനറലി സേഫർ ബട്ട് ലെസ് എഫേഷ്യസ് ദാൻ ലൈവ് വാക്സിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ പൊട്ടന്റ് ഏതാണ്? ലൈവ് വാക്സിൻ ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് യൂഷ്വലി സേഫ് ആണ്. കമ്പയർഡ് ടു ലൈവ് വാക്സിൻ, കിൽ വാക്സിൻ റിക്വയർ ലാർജ് ഡോസസ്. അപ്പോൾ ലൈവ് വാക്സിൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഡോസ് മതി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, OPV ഓറൽ പോളിയോ വാക്സിനെ എക്സെപ്ഷൻ ആയിട്ട് എടുത്തിട്ട്. പക്ഷെ ഇവിടെ ലാർജ് ഡോസ് ആണ്, അഡ്ജുവൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഡോസസ് ടു കൺഫർ ഇമ്മ്യൂണിറ്റി. അപ്പം നമുക്ക് ഒറ്റ ഡോസ് അല്ല, മൾട്ടിപ്പിൾ ഡോസസ് വേണം, ലാർജ് ഡോസ് ആവണം. ഇൻ മോസ്റ്റ് കേസസ് എ ബൂസ്റ്റർ ഡോസ് ഇസ് ഓൾസോ നീഡഡ്. അപ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി COVID-19 വാക്സിൻ ആണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഡോസ് എടുത്തു, സെക്കൻഡ് ഡോസ് എടുത്തു, 3 ഡോസ് എടുത്തു, പിന്നെ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്തു, അല്ലേ? അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഇടാറ്. അപ്പോൾ അഡ്ജുവൻസ് ഇൻക്രീസ് ദി ഇമ്മ്യൂണോജെനിസിറ്റി ഓഫ് ദ വാക്സിൻ ആൻറ്റിജൻ. എക്സാമ്പിൾ അലം ഈസ് യൂസ്ഡ് ആസ് അഡ്ജുവൻ ഇൻ DPT വാക്സിൻ. അതായത് അഡ്ജുവൻ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഈ ഒരു വാക്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്മ്യൂണോജെനിസിറ്റി കൂട്ടാൻ വേണ്ടി. ഇനി കിൽഡ് വാക്സിൻസ് ആർ യൂഷ്വലി അഡ്മിനിസ്റ്റേർഡ് ഇൻ സബ്ക്യൂട്ടേനിയസ് ഓർ ഇൻട്രാമസ്കുലർ റൂട്ട്. അപ്പോൾ കിൽഡ് വാക്സിൻ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ IM ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഒറ്റൊരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് severe low or local general reaction to the previous dose. Various characteristics of killed and live vaccines are given. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു എക്സാമ്പിൾ കിൽഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നോടെ പറയാം, കിൽഡ് വാക്സിൻ എന്ന് പറയുന്ന ലൈവ് വാക്സിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് ലാർജ് ഡോസസ് വേണം. മൾട്ടിപ്പിൾ ഡോസസ് കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉള്ളൂ. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി നമ്മൾ അഡ്ജുവൻസ് ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇമ്മ്യൂണോജെനിസിറ്റി കൂട്ടാൻ വേണ്ടി. അതിൻ്റെ ഒരു എഫക്റ്റ് ബൂസ്റ്റർ ഡോസ് വരെ കൊടുക്കാം. യൂഷ്വലി IM അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലാണ് നമ്മളിത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കിൽഡ് വാക്സിനും ലൈവ് വാക്സിൻ്റെ ഒരു കമ്പാരിസൺസ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ഡോസസ്. യൂഷ്വലി നമുക്കറിയാം കിൽഡ് വാക്സിൻ എന്താണ്, മൾട്ടിപ്പിൾ ആണ്, ലൈവ് വാക്സിൻ സിംഗിൾ ആണ്. പക്ഷേ എക്സെപ്റ്റ് വാട്ട്, OPV ഓറൽ പോളിയോ വാക്സിൻ. ഓക്കെ, നീഡ് ഓഫ് അഡ്ജുവൻ്റ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് അഡ്ജുവൻ്റ് ആവശ്യം ലൈവ് വാക്സിൻ ഇല്ല, പക്ഷെ കിൽഡ് വാക്സിൻ ഉണ്ട്. ഈ ഡ്യൂറേഷൻ ഓഫ് ഇമ്മ്യൂണിറ്റി കിൽഡ് വാക്സിൻ ഷോർട്ടർ ആണ്, ലൈവ് വാക്സിൻ ലോങ്ങർ ആണ്. എഫക്റ്റീവ്നെസ് ഏതിനാണ് കൂടുതൽ? ലൈവിനാണ്. അതുപോലെ തന്നെ മിമിക്സ് നാച്ചുറൽ ഇൻഫെക്ഷൻ, അത് കൂടുതലും ആ ഒരു ലൈവ് വാക്സിൻ ആണ് കൂടുതൽ. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ്ഡ്, ലൈവ് വാക്സിൻ ആണെങ്കിൽ IgA IgG പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിൽഡിൽ IgG മാത്രമാണ്. പിന്നെ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ലൈവ് വാക്സിനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ പറ്റുന്നില്ല. പിന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കിൽഡ് വാക്സിന് പുവർ ആണ്, മറ്റതിന് ഇൻഡ്യൂസ് ആവുന്നുണ്ട്. സ്റ്റെബിലിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ കിൽഡിനാട്ടോ ഹൈ, ലൈവ് വാക്സിന് കുറവാണ്. പിന്നെ റിവേർട്സ് ബാക്ക് ടു വിറലൻ ഫോം ലൈവ് വാക്സിൻ അതിൻ്റെ അപകടകരമായിട്ടുള്ള രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആൻഡ് പ്രഗ്നൻസി, അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കിൽഡ് വാക്സിൻസ് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴേ നോക്കാം. ലൈവ് അറ്റൂനേറ്റഡ് വാക്സിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മീസൽസ് വാക്സിൻ, മംസ്, റൂബല്ല, ലൈവ് അറ്റൂനേറ്റഡ് ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, OPV, റോട്ടാ വൈറസ്, യെല്ലോ ഫീവർ,
ഹെപ്പറ്റൈറ്റിസ് എ, ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് വാക്സിൻ. ഇനി കിൽഡ് വാക്സിൻ ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിൻ, കോളറ വാക്സിൻ, കിൽഡ് ഇൻഫ്ലുവൻസ വാക്സിൻ, പെർട്ടൂസിസ് വാക്സിൻ, റാബിസ് വാക്സിൻ, പ്ലേഗ് വാക്സിൻ, കോവാക്സിൻ ഓർ കോവിഡ്-19. അപ്പോൾ കോവിഡ്-19 അല്ലെങ്കിൽ കോവാക്സിൻ ഏതാണ്? കിൽഡ് അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് ടോക്സോയിഡ് വാക്സിൻ പിന്നെ എക്സ്ട്രാക്റ്റഡ് സബ് യൂണിറ്റ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ടോക്സോയിഡ് വാക്സിൻ എക്സോടോക്സിൻസ്, അതായത് എക്സോടോക്സിൻസ് എന്ന് പറയുമ്പോൾ പുറത്തുള്ളത്, produced by certain bacteria can be detoxicated to form toxoid by treating with acidic pH, formalin or by prolonged storage. അപ്പോൾ ഒരു certain bacteria എക്സോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡീടോക്സിഫൈ ചെയ്തിട്ട് അതൊരു ടോക്സോയിഡ് ഫോമിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? ഒരു അസിഡിക് പി എച്ച് അല്ലെങ്കിൽ ഫോർമാലിൻ അല്ലെങ്കിൽ ഒത്തിരി നാൾ അത് സ്റ്റോർ ചെയ്യുന്ന വഴി നമുക്കത് ഡീടോക്സിക്കേറ്റഡ് ആയിട്ട് നമ്മളതൊരു ടോക്സോയിഡ് ഫോമിലാക്കി മാറ്റും. അതായത് ആ ഒരു എക്സോടോക്സിൻ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ടോക്സോയിഡ് ആയിട്ട് മാറ്റും. അത്രേ ഉള്ളൂ. Toxoid is a form of toxin that loses its virulence property but retains immunogenicity. അപ്പം നമ്മൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഓക്കെ ഇത് ടോക്സിൻ അല്ലേ, അപ്പം നമുക്ക് ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര അപകടമല്ലേ? ഒരിക്കലല്ല, നമ്മൾ അതിൻ്റെ ഒരു ടോക്സിൻ്റെ പവർ നമ്മൾ കുറയ്ക്കുവാണ്. എങ്ങനെ? ഫോർമാലിൻ അതൊക്കെ ഒഴിച്ചിട്ട്. പക്ഷെ ഇവിടെ ഇമ്മ്യൂണോജെനിസിറ്റി, ആ ഒരു ഇമ്മ്യൂണോജെനിസിറ്റി അത് പോകുന്നില്ല. When a toxoid preparation is given as vaccine, it induces formation of neutralizing antibodies that are capable of neutralizing the toxin moiety produced during an infection rather than acting upon organism. Examples include, നമുക്കറിയാം ടിറ്റാനിക്സ് ടോക്സോയിഡ്, ഡിഫ്തീരിയ ടോക്സോയിഡ് ഫ്രം കോർണിബാക്ടീരിയം ഡിഫ്തീരിയ. ആ ഒരു കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് നമ്മൾ ആ ഒരു ടോക്സിൻസ് എടുത്തേക്കുന്നത്. ആൻഡ് ടീറ്റാനസ് ടോക്സോയിഡ് ഫ്രം ക്ലോസ്ട്രീഡിയം ടിറ്റാനി. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടോക്സിൻസ് ഇല്ലേ, ആ ഒരു ടോക്സിൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടോക്സിജെനിസിറ്റി മാറ്റി, പക്ഷെ ഇമ്മ്യൂണോജെനിസിറ്റി നമ്മൾ റിട്ടേൺ ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂഷ്വലി എന്താ പറയുന്നേ, നമ്മൾ ആ ഒരു ഓർഗാനിസത്തിൽ ആക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഒരു എന്താ പറയുന്നേ ആന്റിബോഡീസ് ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിനെതിരെയായിട്ടുള്ള ആന്റിബോഡീസ്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് DT, ഡിഫ്തീരിയ ടോക്സോയിഡ്, ടെറ്റാനസ് ടോക്സോയിഡ്. ഓക്കെ, അതൊക്കെ. ഓക്കെ, ടോക്സോയിഡ് വാക്സിൻ. ഇനിയുള്ളതാണ് എക്സ്ട്രാക്റ്റഡ് ഓർ സെല്ലുലാർ ഫ്രാക്ഷൻ വാക്സിൻ. വാക്സിൻസ് ഇൻ certain instances are prepared from extracted cellular fraction. Examples include meningococcal vaccine, pneumococcal vaccine, and Haemophilus influenzae type B vaccine. All are prepared from capsular polysaccharide antigens of respective organs. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ്. അതായത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സെല്ലുലാർ ഫ്രാക്ഷൻസ് ഓഫ് വാക്സിൻസ് ആണ് പറയുന്നത്. അപ്പോൾ വാക്സിൻസ് എന്ന് പറയുന്നത് നമ്മൾ vaccines in certain instances are prepared from extracted cellular fractions. ഓക്കെ, അതായത് ആ ഒരു നമ്മൾ മെനിജോകോക്കൽ എടുത്തു, ആ ഒരു ഒരു ബാക്ടീരിയന്ന് നമ്മൾ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അത്രയാണ് ഇവിടെ പറയുന്നുള്ളൂ. സോ നെക്സ്റ്റ് വരുന്നത് സബ് യൂണിറ്റ് ആണ്.